കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വിജയ് മോനാണ്. ഇപ്പോൾ സൗമ്യ എനിക്കുള്ള പാല് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൗമ്യ ഇന്ന് പോയിട്ട് വന്നതിൻ്റെ ചീത്ത കേട്ടോ, കുറച്ച് നേരം വൈകിട്ട് വന്നത്. സൗമ്യ കുറച്ച് നേരമായില്ലേ, പേടിച്ചു പോയതല്ല. നീ എവിടെ പോയാലും ഇങ്ങനെ തിരിച്ചു വരുന്ന എനിക്ക് അതല്ല. പക്ഷെ കുറച്ചധികം നേരമായില്ലേ, എനിക്ക് ഇന്ന് അമ്പലത്തിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, അത് കാരണമായിരുന്നു. ഞാനിപ്പോൾ എന്തായാലും കുടിച്ചിട്ട് ഞാൻ പോട്ടു. അവൻ ഫോൺ മേടിക്കാനാ നിൽക്കണത്. ഓ ഹായ് പറയൂ പൊന്നോ, ഹായ് പറഞ്ഞേ. അപ്പം നമ്മുടെ സൗമ്യത പൂക്കളത്തിൻ്റെ അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് വരണം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നു. അപ്പോൾ അതെ, സൗമ്യക്ക് കിട്ടിയിട്ടുള്ള പൂക്കൾ സൗമ്യത ഇവിടെ കൊണ്ടുവന്നുണ്ട്. എന്തൊക്കെയോ കവറിലും പൊതിയിലൊക്കെ എന്തോ ഇത്രയധികം പൂവും പറിക്കാൻ നിന്നാ ഈ നേരം. പിന്നെ വേറൊരു സാധനം ഉണ്ടെന്ന് സ്പെഷ്യലി പാടത്തൊന്നും കിട്ടിയതാ. ഇനിയിപ്പോ ഇതിനെ അന്വേഷിച്ചിട്ട് ആൾക്കാർ വരും. പാടത്ത് കിടന്നു ഞാൻ ഒന്നേ എടുക്കുന്നു. അങ്ങനെ അപ്പൊ നീ അപ്പിക്കും പൂക്കളൊക്കെ ഇടും. ഞാൻ പോയിട്ട് അമ്പലത്തിൽ പോവാൻ നോക്കട്ടെ കേട്ടോ. എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ മഴയുണ്ടോ പിന്നെ താമസിച്ച്. ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരാം. വീട്ടിൽ നിന്ന് വന്നേ ഒരു ആന്റി അവരുടെ വീട്ടിൽ കയറിയിട്ട് അത് ഇത് പെറുക്കി എല്ലാം മുറിച്ചുണ്ടോ, ഒന്നും നിർത്തണ്ട പറഞ്ഞിട്ട് നിർബന്ധിച്ച് പൊട്ടിച്ചത്. ഇന്ന് ഇത്രയും പൂക്കള് കിട്ടിയിട്ടുണ്ട്. സൗമ്യ ഇത് വെച്ചിട്ട് പൂക്കളം ഇടട്ടെ. അപ്പിക്കും ചതുരാകൃതിയിലാട്ടാ ഇടേണ്ടത്. ഇന്ന് മൂലം നക്ഷത്രം അല്ലേ. അപ്പൊ എല്ലാവർക്കും മൂലം ദിനാശംസകൾ കേട്ടോ. ഞാൻ വേറൊരു ഡിസൈനാ വരച്ചു വെച്ചില്ല, ചതുരാകൃതിയിൽ ഇട്ടോളന്ന്. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഇനി നമ്മുടെ സൗമ്യയുടെ പൂക്കളം എന്തായെന്ന് നോക്കട്ടെ കേട്ടോ. എന്താ ഇന്ന് നമ്മൾക്ക് മൂലം ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ചതുരാകൃതിയിലാണ് കേട്ടോ പൂക്കളം ഇടേണ്ടത്. അപ്പോൾ സൗമ്യത ഇന്നൊരു അടിപൊളി ഡിസൈനൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ രീതിയിലാണ് ചെയ്യണത്. നിങ്ങൾക്ക് പൂക്കളം ഇഷ്ടമായെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് സൗമ്യക്ക് തന്നെയാണ്. കാരണം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് പോയി പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ചാണകമൊക്കെ മെഴുകിയിട്ട് അങ്ങനെ പൂക്കളിട്ട് ഒരു 2-3 മണിക്കൂറത്തെ പരിപാടിയാണ്. ഇനി എനിക്കാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പതിവ് പോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ പോകണം, മീൻ വാങ്ങിയിട്ട് വേണം വരാനായിട്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് മീൻ വാങ്ങിയിട്ട് വരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൗമ്യയുടെ ഇനി ഇട്ട് തീരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഇതാ അമ്മയെ സഹായിക്കാനായിട്ട് വിജയ് ഇവിടെ ഉണ്ട് കേട്ടോ, രംഗത്ത് നോക്കിക്കൊണ്ടിരിക്കുക ആള്. ഇതിൽ നിന്ന് എന്തെങ്കിലും വാരി വലിച്ചിട്ട് ഓടാനാണോന്ന് അറിയത്തില്ല. അങ്ങനെ അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ സൗമ്യ. നമ്മൾ മാർക്കറ്റിലേക്കൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അപ്പം ഇന്ന് മീൻ കിട്ടിയത് നമുക്ക് കണ്ടതാ. ഇതാണ് കിട്ടിയണോ മീൻ, മത്തിയാണ്. അപ്പം ഇന്ന് നമ്മൾ പൊളിക്കും. മത്തി ഉള്ളപ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. നമുക്ക് മത്തി ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കേട്ടോ, അപ്പോൾ സൗമ്യയോട് പറയണം. സൗമ്യക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മത്തി. ഓക്കെ, വേറെ മീനൊന്നും നോക്കാൻ നിന്നിട്ട് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മത്തി ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ തന്നെ അത് വാങ്ങിയിട്ടുണ്ട് പോകുന്നു. ഓക്കെ, പിന്നെ നമുക്ക് പൂക്കളത്തിൻ്റെ അടിക്ക് പോവാം. പൂക്കളത്തിൻ്റെ അവസ്ഥ എന്തായെന്ന് അറിയണമല്ലോ, അങ്ങോട്ട് പോയിട്ട് വരാം. എൻ്റെ അവസ്ഥ ഏകദേശം ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ചതുരത്തിൽ ചെറുതായിട്ട് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും സൗമ്യന് നമ്മൾ കുറ്റമൊന്നും പറയാനില്ല. എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഞാൻ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഷേപ്പ് ചെറുതായിട്ട് മാറിപ്പോയി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ബൈ.